നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ CBI കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. സാധാരണ പറയാറുണ്ട് CBI എന്ന് പറഞ്ഞാൽ കൂട്ടിലടച്ച തത്തയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് നമ്മുടെ കേജ്രിവാളിനോട് കേന്ദ്ര ഗവൺമെൻറ്റും CBI ഒക്കെ ചെയ്തത് കടുത്ത ക്രൂരതയും വഞ്ചനയുമായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് മദ്യ നയ അഴിമതി കേസിൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ജയിലിലടയ്ക്കുകയും ഒരു പാർട്ടിയെ തന്നെ ഒന്നടങ്കം കുറ്റവാളികളായി ചിത്രീകരിക്കുകയും ചെയ്ത് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി BJP നടത്തിയ വൃത്തികെട്ട പ്രചരണത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയാതിരിക്കാൻ കഴിയുക? CBIയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, രാഷ്ട്രീയ എതിരാളികളെയൊക്കെ ഒതുക്കാനും അതേപോലെ തന്നെ പലതരത്തിലുള്ള കള്ളക്കേസ് എടുക്കാനും ഒക്കെ കേമന്മാരാണ് എന്ന് കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരുപയോഗിക്കാറുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭരണത്തിലിരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളല്ലോ. ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത കേജ്രിവാളിനെ, അതുപോലെ തന്നെ ആ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെയും മാസങ്ങളോളവും വർഷങ്ങളോളവുമൊക്കെ ജയിലിലടച്ചത് വെറും ഒരു കള്ളക്കേസിന് വേണ്ടി ആയിരുന്നു. അത് ഡൽഹിയിലെ ഭരണം പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ്. ഇങ്ങനെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയെ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് ജനത്തിന് ആ ഏജൻസികളോട് വിശ്വാസം ഉണ്ടാവുക? ഇപ്പോൾ അല്പമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വിശ്വാസ ഏജൻസി എന്ന് പറഞ്ഞാൽ കോടതികൾ മാത്രമാണ്. ഇപ്പോൾ ഡൽഹി കോടതി അതിശക്തമായിട്ടാണ് CBIയെയും വിമർശിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ചും ഇത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ. എന്തായാലും കോടതിയെ സംബന്ധിച്ചിടത്തോളം അത്രയൊക്കെ പറ്റുള്ളൂ. അതിനപ്പുറം CBIക്ക് നിർദ്ദേശം കൊടുത്ത ആളുകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ കോടതിക്ക് ധൈര്യമുണ്ടാവില്ല. ഒരുപക്ഷെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ ജയിലിലടച്ചയക്കുകയും ചെയ്യാം. തീർച്ചയായും അമിത്ഷായും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും ഒന്നും അറിയാതെ ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടാവില്ല. തീർച്ചയായും ഈ കേസ് കെട്ടിച്ചമച്ചത് ഗൂഢാലോചനയും ഒക്കെ ശരിയായി നടന്നിട്ടുണ്ട്. അതിനെതിരെ അന്വേഷിക്കാൻ ഒരു ഏജൻസിയും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് സങ്കടത്തോടു കൂടി തന്നെ ഓർമ്മിക്കേണ്ടിയിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തെ ഭരണം പിടിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയിലെ അംഗങ്ങളെയും ഒക്കെ കുറ്റക്കാരാക്കി ചിത്രീകരിച്ച് ജയിലിലടച്ച് ഭരണം പിടിച്ച BJPക്ക് ആ ഭരണത്തിൽ തുടരാൻ അവർക്ക് അർഹതയുണ്ടോ എന്നുള്ള കാര്യം അവർ തന്നെ സ്വയം ആലോചിച്ച് നോക്കേണ്ടതാണ്. എന്തായാലും കോടതിക്ക് പറ്റാവുന്ന പരമാവധി കാര്യങ്ങളാണ് കോടതി ചെയ്തിട്ടുള്ളത്. ശരിക്കും അംഗീകരിക്കേണ്ടതാണ് കോടതി ചെയ്ത നടപടികൾ. CBIയിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും CBIക്ക് ശക്തമായ താക്കീതും ആണ് ഈ കേസിലെ ഡൽഹി കോടതി നൽകിയിരിക്കുന്നത്. യാതൊരു തെളിവുമില്ലാത്ത ഈ കേസിൽ എങ്ങനെ നിങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചു, എന്തിന് ജയിലിലടച്ചു എന്ന ചോദ്യമാണ് കോടതി CBI ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത്. തീർച്ചയായും CBI ഉദ്യോഗസ്ഥർക്കും പറയാനാവില്ല ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന്. എന്നാൽ പകൽ പോലെ സത്യമാണ്, പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും മോദിയും ഷായും ഒന്നും അറിയാതെ ഇത്തരത്തിലുള്ള അന്വേഷണം വരികയില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. പക്ഷേ അറിഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത, എടുത്തു പറയേണ്ട കാര്യവും. കാര്യം അവർക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടാവാനുള്ള സാധ്യത തൽക്കാലം ഉണ്ടാവില്ലല്ലോ. ഒരുപക്ഷെ ഭരണത്തിലിരിക്കുന്നവരൊക്കെ ചെയ്യുന്നതാണ് എന്ന് ഭരണത്തിൻ്റെ സമയത്ത് കോൺഗ്രസും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഒരു ഏജൻസിയെ ഇങ്ങനെ ഉപയോഗിച്ചാൽ തീർച്ചയായും അത് നമ്മുടെ ജനം, നമ്മുടെ നാട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ഈ കാര്യത്തിൽ എന്നുള്ള കാര്യം സംശയം വേണ്ട. നമുക്കൊക്കെ വിശ്വസിക്കാവുന്ന ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ കേസുകൾ എടുക്കുകയും കൈകാര്യം ചെയ്യുകയും രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിക്കും സങ്കടകരമായ കാര്യം തന്നെയാണ്. ഇത്തരം പരിപാടികൾ CBI
തീർച്ചയായും അവസാനിപ്പിക്കേണ്ട സമയമായി. ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ നമ്മുടെ കോടതിക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാൻ മാത്രമേ ഉള്ളൂ, ആഗ്രഹിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുകയുള്ളൂ. എന്തായാലും ഇത്രയെങ്കിലും പറയാൻ കോടതി ധൈര്യം കാണിച്ചതിൽ കോടതിയെ നമുക്ക് അഭിനന്ദിക്കാം.